വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലേമോൻ 10-ാം വാക്യം. ഒനേസിമോസിനു വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. പരിവർത്തനത്തിന്റെയും ക്ഷമയുടെയും ശക്തമായ ഉദാഹരണമാണ് ഒനേസിമോസിന്റെ ജീവിതം. ഒനേസിമോസ് ഫിലേമോന്റെ ഒരടിമയായിരുന്നു. ഈ പേരിന്റെ അർത്ഥം ഉപയോഗപ്രദം അല്ലെങ്കിൽ ലാഭകരം എന്നൊക്കെയാണ്. അടിമകൾക്ക് സാധാരണയായി കാണുന്ന ഒരു പേരായിരുന്നു ഒനേസിമോസ് എന്നത്. ഇദ്ദേഹം കൊലോസ്യ സ്വദേശിയാകാമെന്ന് കരുതുന്നു. യജമാനനായ ഫിലേമോന്റെ അടുക്കൽ നിന്നും ഓടിപ്പോയ അടിമയായിരുന്നു ഒനേസിമോസ്. ഒനേസിമോസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില ആത്മീക സത്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട്, ക്രിസ്തുവിന്റെ അടിമയായി തീർന്ന ഒനേസിമോസ്. റോമൻ പടയാളികൾ ദേശം കൈവശമാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ നല്ല ആരോഗ്യവും സൗന്ദര്യവും മിടുക്കും സാമർഥ്യവുമുള്ള യുവാക്കളെയും യുവതികളെയും ബന്ധനസ്ഥരാക്കി കൊണ്ടുവന്ന സൗകര്യമുള്ള വീട്ടുകാർക്ക് അടിമകളായി വിൽക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒനേസിമോസ് ഫിലേമോന് ലഭിച്ച സമർത്ഥനായ ഒരു അടിമയായിരുന്നു. എന്നാൽ എന്തെങ്കിലും അവൻ കടം പെട്ടിരിക്കുന്നുവെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക എന്ന ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ എന്തെങ്കിലും മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരുപക്ഷെ ഓടിപ്പോയതാകാമെന്ന് കരുതുന്നു. ഇങ്ങനെയല്ല എങ്കിൽ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അടിമകൾ ഓടിപ്പോകുന്ന പതിവ് അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ ഓടിപ്പോയ ഒരു അടിമയെ പിടിക്കപ്പെട്ടാൽ അതികഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തു വന്നിരുന്നു. അതിനാൽ യജമാനന്മാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുവാൻ അടിമകൾക്ക് ഭയമായിരുന്നു. അടിമകൾ യജമാനന്മാരുടെ സ്വകാര്യ സ്വത്ത് എന്ന നിലയിലല്ലാതെ ആരും അവരുടെ ജീവന് വില കൽപ്പിച്ചിരുന്നില്ല. മൃഗങ്ങളോട് പെരുമാറുന്നത് പോലെയാണ് യജമാനൻ അടിമകളോട് ക്രൂരമായി പെരുമാറിയിരുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ സ്വാധീനത്താൽ ക്രിസ്ത്യാനിയായി തീർന്ന ഒനേസിമോസ് ഇപ്പോൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ അടിമയായിട്ട് തീരുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ അടിമയായി തീർന്ന ഒനേസിമോസ് തന്റെ യജമാനനായ ഫിലേമോന്റെ അടുക്കിലേക്ക് ഇവിടെ മടങ്ങിപ്പോകുന്നു. രണ്ടാമതായിട്ട്, ബന്ധങ്ങൾക്ക് അടിസ്ഥാനം സ്നേഹമാണ്. ഒനേസിമോസിന് വേണ്ടി ഫിലേമോനോട് കൽപ്പിക്കുവാനുള്ള അധികാരം പൗലോസ് അപ്പോസ്തലനുണ്ട്. എന്നാൽ സ്നേഹം നിറഞ്ഞ അനുഭവത്തിലൂടെ ഫിലേമോനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പൗലോസ് ഒനേസിമോസിന്റെ ആത്മീയ പിതാവായി തീർന്നുകൊണ്ട് അവന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നു. നേരത്തെ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. ഇപ്പോൾ അവനിലെ മാനസാന്തരവും രൂപാന്തരവും അവനെ കൂടുതൽ പ്രയോജനമുള്ളതാക്കിയതിനാൽ സ്നേഹത്തോടെ സ്വീകരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ അപേക്ഷിക്കുന്നു. അടിമ യജമാനന്റെ സ്വത്താകയാൽ യജമാനന്റെ അവകാശങ്ങളും അധികാരവും ആദരിച്ചും മാനിച്ചും കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തോടെ ഇവിടെ ഫിലേമോനോട് ഇടപെടുന്നത്. ക്രിസ്തീയ ശുശ്രൂഷയിൽ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം സ്നേഹമാണ്. എന്നാൽ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്. അധികാരങ്ങളും പദവികളും ഏറ്റവും പരിമിതമായി ഉപയോഗിക്കുകയും സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യവും നൽകുന്ന സമൂഹത്തിൽ ആരാണ് യഥാർത്ഥ ഭക്തർ? പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് യഥാർത്ഥ ഭക്തർ. നമുക്ക് പരസ്പരം വേണ്ടതും ഒരു ആത്മീയ ബന്ധമാണ്. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും മുറിവേറ്റവരും അനേകമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവരെയും ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെയും ബന്ധങ്ങൾ ഏറെ അർത്ഥവത്തായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുവാനും മുറിവേറ്റവരെ സൗഖ്യമാക്കുവാനും അകന്നുപോയവരെ അനുരഞ്ജനപ്പെടുത്തുവാനും സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.